മലയാളത്തിൽ ത്രില്ലർ സിനിമകൾക്ക് പുതിയൊരു ബെഞ്ച് മാർക്ക് നൽകിയ ചിത്രമായിരുന്നു മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിലിറങ്ങിയ ദൃശ്യം. പ്രധാന കഥാപാത്രങ്ങളായ ജോർജ് കുട്ടിയും കുടുംബത്തിനെയും ഏറ്റെടുത്ത പോലെ തന്നെ ചിത്രത്തിലെ ഓരോ കഥാപാത്രങ്ങളും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയിരുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ മൂന്നാം ഭാഗത്തെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് ജിത്തു ജോസഫ്. രണ്ടാം ഭാഗം പോലെ ആവർത്തിക്കില്ല ദൃശ്യം 3 എന്ന ഒന്നാം ഭാഗത്തിന്റെ പാറ്റേണിലാണ് സിനിമ ഒരുക്കിയിരിക്കുന്നതെന്ന് ജിത്തു ജോസഫ് പറഞ്ഞു. ദൃശ്യം ഒന്നാം ഭാഗം പോലെ അല്ലായിരുന്നു രണ്ടാം ഭാഗം. ഇനി രണ്ടാം ഭാഗത്തിലെ പോലെയാണോ അല്ലയോ മൂന്നാം ഭാഗം? കുറച്ചുകൂടി ഇമോഷണൽ ആയിരിക്കും മൂന്നാം ഭാഗം. ജോർജ് കുട്ടിയുടെ കുടുംബത്തിന് ഇനി എന്തൊക്കെ സംഭവിക്കാം എന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത്. ആ കഥാപാത്രങ്ങളുടെ ഐഡന്റിറ്റി ഞങ്ങൾ നിലനിർത്തുന്നുണ്ട്. ഇല്ലെങ്കിൽ കാര്യമുണ്ടാകില്ല. അതിനുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എൻ്റെ എഫോർട്ട്. രണ്ടാം ഭാഗത്തിൽ ഒരു നരേറ്റീവ് പാറ്റേൺ ഉണ്ടായിരുന്നു. എന്നാൽ മൂന്നാം ഭാഗം അങ്ങനെയല്ല. ഒന്നാം ഭാഗത്തിന്റെ പാറ്റേണിലാണ് ദൃശ്യം 3 ഒരുങ്ങുന്നത് എന്ന് വേണമെങ്കിൽ പറയാമെന്ന് ജിത്തു ജോസഫിന്റെ വാക്കുകൾ. ദൃശ്യം 3 ലോകമെമ്പാടുമുള്ള മുഴുവൻ തിയേറ്റർ അവകാശങ്ങളും ഡിജിറ്റൽ അവകാശവും പനോരമ സ്റ്റുഡിയോസ് സ്വന്തമാക്കിയിരുന്നു. ദൃശ്യത്തിന്റെ ഹിന്ദി പതിപ്പിന്റെ നിർമ്മാതാക്കളാണ് പനോരമ സ്റ്റുഡിയോസ്. ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തിന് 4 വർഷത്തിന് ശേഷം ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് മൂന്നാം ഭാഗത്തിൽ കൊണ്ടുവരുന്നതെന്ന് ജിത്തു ജോസഫ് നേരത്തെ പറഞ്ഞിരുന്നു. ആദ്യ രണ്ട് ഭാഗങ്ങളെ പോലെ ഒരു ഹെവി എഞ്ചിൻ സിനിമയല്ല മൂന്നാം ഭാഗമെന്ന് ജിത്തു ജോസഫ് വ്യക്തമാക്കി. സിനിമയുടെ ആദ്യ രണ്ട് ഭാഗങ്ങളും സൂപ്പർ ഹിറ്റായിരുന്നു. മലയാളത്തിൽ ആദ്യ 50 കോടി ചിത്രമായിരുന്നു ദൃശ്യം. 2013 ഡിസംബർ 19 പുറത്തിറങ്ങിയ ചിത്രം അന്ന് വരെ എല്ലാ റെക്കോർഡുകളെയും തകർത്തെറിഞ്ഞു. 75 കോടിയായിരുന്നു ആദ്യ ഭാഗം തിയേറ്ററിൽ നിന്ന് നേടിയത്.